മഞ്ചേശ്വരം കുഞ്ചത്തൂർ സ്കൂളിൽ ഫലസ്തീൻ പതാക നോട്ട് ബുക്കിൽ വരച്ച വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതായി പരാതി. സ്കൂളിലെ 2 വിദ്യാർത്ഥികളെയാണ് പുറത്താക്കിയത്. രക്ഷിതാക്കൾ സ്കൂളിലെത്തിയതോടെ വിദ്യാർത്ഥികളെ സ്കൂളിൽ കയറ്റുകയായിരുന്നു. ഷഫീഖ് നസ്രുള്ള വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ഷഫീഖ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് തന്നെ ഒരു സ്കൂളിൽ മൈം ഷോയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിൽ ഫലസ്തീനുമായി ബന്ധപ്പെട്ടുള്ള മൈം ഷോ അവതരിപ്പിച്ചതിന്റെ കലോത്സവം നിർത്തിവെക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ ഇതാ സമാനമായില്ലെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇത് ഏത് സ്കൂളിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? എന്താണ് അവിടെ നടന്നത്? കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 2 വിദ്യാർത്ഥികളാണ് തങ്ങളുടെ നോട്ട് ബുക്കിൽ ഫലസ്തീന്റെ പതാക വരച്ചു എന്നതിന്റെ പേരിൽ അവരെ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കിയത്. രക്ഷിതാക്കളെ കൊണ്ടുവന്നതിന് ശേഷം മാത്രം ക്ലാസ്സിൽ കയറ്റും എന്നതായിരുന്നു നിർദ്ദേശം. ഈ വിവരം അറിഞ്ഞ് രക്ഷിതാക്കൾ സ്കൂളിലെത്തുകയായിരുന്നു. മറ്റു രക്ഷിതാക്കളും നാട്ടുകാരും സംഭവം അറിഞ്ഞ് സ്കൂളിലേക്ക് എത്തി. അധ്യാപകരുമായി ഫലസ്തീന്റെ പതാക ചിത്രം ഈ നോട്ട് ബുക്കിൽ വരച്ചു എന്നതിന്റെ പേരിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് അവർ സംശയങ്ങൾ ഉന്നയിച്ചു. അതിൽ വാഗ്വാദമുണ്ടായി. ആ പ്രശ്നം രൂക്ഷമായതിനെ തുടർന്ന് മഞ്ചേശ്വരം പോലീസ് സ്കൂളിൽ എത്തുകയായിരുന്നു. വിദ്യാർത്ഥി സംഘടനകളും പ്രതിഷേധവുമായി സ്കൂളിലേക്ക് എത്തി. SFIയും അതോടൊപ്പം തന്നെ MSFും ഇങ്ങനെ ഫലസ്തീന്റെ പതാക നോട്ട് ബുക്കിൽ വരച്ചു എന്നതിന്റെ പേരിൽ 2 കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ നടപടിക്കെതിരെ ശക്തമായ നടപടിയെടുക്കണം എന്ന് SFIയും MSFും ആവശ്യപ്പെട്ടു. കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രധാന അധ്യാപകനാണ് ഇങ്ങനെ 2 കുട്ടികളെ ഈ നോട്ട് ബുക്കിൽ ഫലസ്തീന്റെ പതാക വരച്ചു എന്നതിന്റെ പുറത്താക്കിയത്. കഴിഞ്ഞ ദിവസമാണ് കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മൈം ഷോ നടത്തിയതിന്റെ പേരിൽ മൈം ഷോ പൂർത്തിയാക്കുന്നതിന് മുമ്പ് അധ്യാപകർ ഇടപെട്ട് അതിൽ ഫലസ്തീൻ വിഷയം പ്രതിപാദിക്കുന്ന മൈം ഷോ തടസ്സപ്പെടുത്തുന്ന ഒരു സാഹചര്യം. എന്താണ് ഈ അസഹിഷ്ണുത എന്ന് തന്നെയാണ് മനസ്സിലാകാത്തത്. ഷഫീഖ്, ഈ വിഷയത്തിൽ അധ്യാപകരുടെ സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതികരണം എന്താണ്? ഇത്തരത്തിൽ ഒരു പതാക വരച്ചതിന് കുട്ടികളെ പുറത്താക്കുക എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അപ്പോൾ എന്താണ് ഈ അധ്യാപകർ ഇതിന് കാരണമായി പറയുന്നത്? പ്രധാന അധ്യാപകനാണ് ഈ നടപടി എടുത്തിരുന്നത്. പക്ഷേ നാട്ടുകാരും അതോടൊപ്പം രക്ഷിതാക്കളും ഈ 2 കുട്ടികളുടേത് മാത്രമല്ല സ്കൂളിലെ മറ്റു കുട്ടികളുടെ രക്ഷിതാക്കളും വന്ന് പതാക വരച്ചു എന്നതിന്റെ പേരിൽ മാത്രം എങ്ങനെയാണ് കുട്ടികളെ പുറത്താക്കുക എന്ന് അന്വേഷിച്ചപ്പോൾ ആ സമയത്ത് പ്രധാന അധ്യാപകൻ അവിടെ ഉണ്ടായിരുന്നില്ല. മറ്റ് അധ്യാപകർ പറയുന്നത് 2 കുട്ടികളെയും പുറത്താക്കിയിട്ടില്ല. ഈ വിഷയത്തിൽ രക്ഷിതാക്കളോട് വരാൻ പറയുകയാണ് ചെയ്തത് എന്നാണ്. എന്തിനാണ് രക്ഷിതാക്കളെ വരാൻ പറഞ്ഞത് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി പറയാൻ അധ്യാപകർക്ക് സാധിച്ചിട്ടില്ല. മഞ്ചേശ്വരം താലൂക്കിലാണ് ഈ 2 സംഭവം. നേരത്തെ മൈം ഷോ ഉണ്ടായ സ്കൂൾ കുമ്പള പഞ്ചായത്തിലെ കുമ്പള ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. മഞ്ചേശ്വരം പഞ്ചായത്തിലുള്ള കുഞ്ചത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡരി സ്കൂളിലാണ് ഈ പതാക വിവാദവുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ഇതിൽ ശക്തമായ നടപടി സ്വീകരിക്കണം വിദ്യാഭ്യാസ വകുപ്പ് എന്നാണ് SFIയും MSFും ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു അധ്യാപകരും സമാനമായ സ്വഭാവത്തിൽ ഇങ്ങനെ ഫലസ്തീന്റെ പതാകയും അത് പ്രതിപാദിക്കുന്ന മൈം ഷോവും ഒക്കെ ഉണ്ടാവുമ്പോൾ അധ്യാപകർ നടപടിയെടുക്കുന്നതിനെതിരെ അധ്യാപകർ തന്നെ ചോദ്യം ചെയ്യുന്ന അത് എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് വരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാകാത്തത്. അതിനുള്ള ഉത്തരം നൽകേണ്ടത് അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റും തന്നെയാണ്. അതുണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഷഫീഖ് നസ്രുള്ളയാണ് വിവരങ്ങൾ നൽകിയത്.